നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 9 കമ്പനികളിലെ അവസരങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതിൽ കൂടുതലും ഫ്രഷേഴ്സിന് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ബൾക്ക് അവസരങ്ങൾ 10ാം ക്ലാസ് മുതൽ PG വരെയുള്ളവർക്കുള്ള അവസരങ്ങൾ വിശദമാക്കുന്നുണ്ട്. സ്നൈഡർ ഇതൊരു ലോകപ്രസിദ്ധമായിട്ടുള്ള ഫ്രഞ്ച് കമ്പനിയാണ്. ഈ കമ്പനിയിൽ 300 ഒഴിവുകൾ ഇപ്പോൾ ലഭ്യമാണ്. അത് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെ പ്രവർത്തനമുള്ള നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു IT കമ്പനിയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ്. അതല്ലെങ്കിൽ അധ്യാപകർക്കും അനധ്യാപകർക്കും ഇന്ത്യയിലെ വിവിധ സ്കൂളുകളിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു കരിയർ അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. ഏത് വിഷയത്തിൽ +2 കഴിഞ്ഞവർക്കും അല്ലെ ഡിഗ്രി കഴിഞ്ഞവർക്കും ഒക്കെ പഠിക്കുവാൻ പറ്റുന്ന പ്രൊഫഷണൽ അക്കൗണ്ടിംഗ് കോഴ്സുകളാണ് ഈ ACCA അല്ലെ CA CMA എന്നുള്ളതൊക്കെ. ACCA എന്നുള്ളത് ഒരു UK സർട്ടിഫിക്കേഷൻ ആണ്. CMA USA എന്നുള്ളത് ഒരു 2 പേപ്പറുകൾ പഠിച്ചുകൊണ്ട് തന്നെ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ നേടുവാനുള്ള അവസരമാണ്. CA കുറിച്ച് നമ്മളൊക്കെ കേട്ട് കാണുമായിരിക്കും അല്ലെ. ഇന്ത്യയിലെ തന്നെ ഒരു സർട്ടിഫിക്കേഷൻ ആണ്. നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഒപ്പിനേക്കാൾ വിലയുള്ളതാണ് നിങ്ങളുടെ ഒപ്പ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലൊക്കെ നല്ല സ്റ്റാറ്റസ് ഉള്ള ഒരു പഠനമാണ് CA എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരം എലാൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഒരുക്കുന്നുണ്ട്. കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ഏതാണ്ട് 29 വേൾഡ് റാങ്കിങ്ങുകളും 56ഓളം നാഷണൽ റാങ്കുകളും ഈ മേഖലയിലൊക്കെ നേടിയിട്ടുള്ള നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എലാൻസ് എന്നുള്ളത്. അപ്പോൾ അവരുടെ കേരളത്തിലെ വിവിധ സെൻറ്ററുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ ക്ഷണിച്ചിട്ടുണ്ട്. ACCAയ്ക്കൊക്കെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് കരുതപ്പെടുന്ന ഒരു സ്ഥാപനമാണ് എലാൻസ് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഈ കോഴ്സുകളെ കുറിച്ചൊക്കെ കൂടുതൽ അറിയുവാനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന നമ്പറിൽ എലാൻസുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ആദ്യത്തെ തൊഴിൽ അവസരം ഒന്ന് പരിചയപ്പെടുത്താം. ഈ ഒരു അവസരം ഞാൻ കണ്ടെത്തിയത് കേരള ഗവൺമെന്റിന്റെ KDISC അല്ലെ KKEM കേരള നോളജ് എക്കണോമി മിഷൻ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്. DWMS നമ്മൾ മുമ്പ് ഈ ചാനലിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ്. സ്നൈഡറിലാണ് ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. സ്നൈഡർ ഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രഞ്ച് കമ്പനിയാണ്, ഒരു ലോകോത്തര കമ്പനിയാണ്. ഒരു ഇന്ത്യൻ ഡിവിഷന് പ്രൊഡക്ഷൻ അസോസിയേറ്റ് എന്ന തസ്തികയിലേക്ക് 300 പേരെയാണ് ഇപ്പോൾ നിയമിക്കുന്നത്. വേക്കൻസികൾ ഹൈദരാബാദും ബാംഗ്ലൂരുമായിരിക്കും. അതിൽ ബാംഗ്ലൂരിലേക്ക് ഡിപ്ലോമ, അത് ട്രിപ്പിളി അല്ലെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ ITI ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ ഇങ്ങനെയൊക്കെ കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. ഹൈദരാബാദിലേക്ക് 10th 12th ITIയും ഡിപ്ലോമയും ഒക്കെ കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. മെയിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാം. അവർക്ക് 300ഓളം ഒഴിവുകളാണ് ലഭ്യമായിരിക്കുന്നത്. ഈ ഒരു അവസരത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾക്ക് ഈ DWMS പ്ലാറ്റ്ഫോമിൽ പോകാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്. അവിടെ പോയിട്ട് ഇവിടെ ഒരു 2 ജോബ് ID നൽകിയിട്ടുണ്ട്. ആ ജോബ് ID വെച്ച് സെർച്ച് ചെയ്ത് ഈ അവസരങ്ങൾ കണ്ടെത്തി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യാം. ഓർക്കുക, ജൂൺ 15-ാം തീയതിക്കകം അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം. അടുത്ത അവസരം നമുക്ക് പരിശോധിക്കാം. ജൈസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ഇനിയുള്ള അവസരം ലഭ്യമായിരിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ PGയോ ഒക്കെ കഴിഞ്ഞവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഒരു ടീച്ചിങ് പഠിപ്പിക്കുവാനായിട്ട് അല്ലെ ട്രെയിനിങ് അങ്ങനെയൊക്കെയുള്ള കഴിവുള്ളവർ അപേക്ഷിച്ചാൽ മതിയാകും. ഇവർ സ്കിൽ ഡെവലപ്മെന്റ് ഫാക്കൽറ്റി അല്ലെ സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ഈ ഒരു തസ്തികയിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട്. വളരെ ബിഗ് നമ്പേഴ്സിൽ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ ജൈസ് എന്നുള്ളത്. ഞങ്ങളുടെ കോളേജിലൊക്കെ വന്നിട്ട് ഒട്ടനവധി കുട്ടികളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇവരെ ആരെയായിരിക്കും ഇവരെ എടുക്കുക? ഞാൻ പറഞ്ഞു സ്കിൽ ഡെവലപ്മെന്റ് ഫാക്കൽറ്റി അല്ലെ സോഫ്റ്റ് സ്കിൽ ട്രെയിനർ എന്ന തസ്തികയിലേക്കായിരിക്കും. അപ്പം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇംഗ്ലീഷിലുള്ള, ടീച്ചിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള അല്ലെ ട്രെയിനിങ്ങിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഡിഗ്രിക്കാർക്കും PGക്കാർക്കും അപേക്ഷിക്കാം. ഇവര് നിങ്ങൾക്ക് ഈ ലൈഫ് സ്കില്ലും സോഫ്റ്റ് സ്കില്ലും ഒക്കെ ട്രെയിനിങ് തരും. ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷനിൽ ട്രെയിനിങ് തരും. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലൊക്കെ ട്രെയിനിങ് തരും. എന്നിട്ട് ഇവരുടെ ക്ലൈന്റ് സ്കൂളുകളുണ്ട്. അത് കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഇവരുടെ സ്കൂളുകളിൽ പോയിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് ജോലിയുടെ ഒരു സ്വഭാവം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ ഇവർ അനുവദിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഇത് ഫുൾ ടൈം ഓഫ്ലൈൻ ആയിട്ട് സ്കൂളുകളിൽ പോയി പഠിപ്പിക്കേണ്ട ജോലിയാണ്. അപ്പം മികച്ച ശമ്പളമൊക്കെയാണ് ഇവരെ ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിനകത്ത് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും മൊബൈൽ നമ്പരും ഒക്കെ. അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് അവരെ കോൺടാക്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം.
അപ്പം സ്കൂളുകളിലൊക്കെ അധ്യാപകരാകും, പ്രത്യേകിച്ച് ട്രെയിനേഴ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽ അധ്യാപകരാകുവാനുള്ള ഒരു നല്ല അവസരമാണ് ഈ ജൈസിൽ ലഭ്യമായിരിക്കുന്നത്. അടുത്ത അവസരം ഒരുക്കുന്നത് ICT അക്കാഡമി ഓഫ് കേരള എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ICT അക്കാഡമിയുടെ 10ാം വാർഷികം ആയിട്ടുണ്ട്. 10 വർഷമായി നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ICT അക്കാഡമി. അപ്പോൾ അവരിപ്പോൾ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. UST എന്ന കമ്പനിയിലേക്കാണ്. UST എന്നുള്ളത് നമ്മുടെ കേരളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വളരെ പ്രമുഖമായിട്ടുള്ള ഒരു IT കമ്പനിയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഒക്കെ പ്രവർത്തനമുള്ള സ്വന്തം ക്യാമ്പസ് ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ അവർ ട്രെയിനി പ്രൊഡക്ഷൻ സപ്പോർട്ട് റോളുകളിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ICT അക്കാഡമിയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. കൊച്ചി, തിരുവനന്തപുരം ലൊക്കേഷനുകളിലേക്കാണ് ഈ ഹയറിംഗ്. ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും BTech, അല്ലെ MCA, അല്ലെ BCA, അല്ലെ BSc. അത് 2022-23 വർഷങ്ങളിൽ കഴിഞ്ഞവർക്കാണ് അവസരങ്ങളുള്ളത്. 60% മാർക്ക്, അത് 10th-ലും 12th-ലും ഡിഗ്രിക്കും അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്, അതിലുമൊക്കെ 60% ത്രൂ ഔട്ട് നേടിയിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്നുള്ളത്. കസ്റ്റമർ സപ്പോർട്ട് ജോലികൾക്ക് ഒരു മനസ്സൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതുപോലെ ബേസിക് SQL നോളജ് ഒക്കെ ഉണ്ടാകണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു IT സ്കില്ലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. അപ്പം ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി ഞാൻ സ്കൂളുകളിൽ ജോലി ചെയ്യുവാൻ, അത് വിവിധ അധ്യാപകരും അനധ്യാപകരും ഒക്കെ ആയി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരം ഞാനൊന്ന് സൂചിപ്പിക്കാം. ഈ നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇത് മുളന്തുരുത്തിലുള്ള ഒരു കോളേജാണ്. ഇവരും ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷനും കൂടി സംയുക്തമായിട്ട് ഒരു പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെ തസ്തികകളിലായിരിക്കും അവസരങ്ങളുള്ളത്? നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എഡ്യൂക്കേഷണൽ ഹെഡ്, അതായത് പ്രിൻസിപ്പൾ പോലെയുള്ള ഹെഡ് മാസ്റ്റർ പോലെയുള്ള തസ്തികകൾ, അഡ്മിനിസ്ട്രേറ്റർ, എഡ്യൂക്കേഷണൽ പാർട്ട്ണർ, അക്കൗണ്ടന്റ്, ടീച്ചർ, ഓഫീസ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ടീച്ചർ, ഈ തസ്തികകളിലെയൊക്കെ അവസരങ്ങളിലേക്കാണ്. അത് ക്വാളിഫിക്കേഷൻ ഒരു +2 മുതൽ, ഇപ്പോൾ ചില തസ്തികയിലൊക്കെ +2 മതി. അതുപോലെ ഡിഗ്രി PGക്കാർക്കൊക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള, അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എനി ഡിഗ്രി +2 ഫോർ ഓഫീസ് അസിസ്റ്റന്റ് ആൻഡ് അസിസ്റ്റന്റ് ടീച്ചർ. ബാക്കിയൊക്കെ എല്ലാം ഡിഗ്രിക്ക്. അപ്പം അസിസ്റ്റന്റ് ടീച്ചറും ഓഫീസ് അസിസ്റ്റന്റും +2 അപേക്ഷിക്കാം. ബാക്കിയൊക്കെ ഡിഗ്രിയോ PGയോ ഒക്കെ ഉള്ളവർക്കാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. അതോടൊപ്പം B.Ed പഠിക്കുന്നതിനൊക്കെ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇവർ നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിലേക്കുള്ള ഒരു ഇന്റർവ്യൂ, അത് 30-ാം തീയതി മെയ്, അത് 10 മണിക്ക് 2 മണിക്ക് ഇടയ്ക്കായിട്ട് ഈ നിർമ്മല കോളേജ് മുളന്തുരുത്തിയിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്കൂളുകളിലെ ജോലി അവസരങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലൊക്കെയുള്ള സ്കൂളുകളിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ശമ്പളമൊക്കെയാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവസരങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഈ ഒരു പ്ലേസ്മെന്റ് ഡ്രൈവിൽ പങ്കെടുക്കുക. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി ഞാൻ 3 കമ്പനികളിൽ ലഭ്യമായിരിക്കുന്ന ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ അവസരം KKM, കേരള നോളജ് എക്കണോമി മിഷനിലാണ്. അവരുടെ ഒരു KDISC എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇവർ ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. ആർക്കായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? MBA, സ്പെഷ്യലൈസേഷൻ ഇൻ HR അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, അതല്ലെങ്കിൽ BTech കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇവരുടെ ഓഫീസിൽ 3 months ഇന്റേൺഷിപ്പ് ആയിരിക്കും ഉള്ളത്. 2023-ലും 2024-ലും പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കൊക്കെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. അപ്ലൈ ചെയ്യേണ്ടത് ജൂൺ 15-ാം തീയതിക്ക് മുമ്പായിട്ടാണ്. ഓർക്കുക, ഇതിനകത്ത് ഇവർ സ്റ്റൈഫൻഡ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. ഇന്റേൺഷിപ്പ് പൂർത്തീകരിക്കുന്നവർക്ക് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും അതേപോലെ കുറെ ട്രെയിനിങ്സും പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും ഒക്കെ നൽകും എന്നാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഒരു ഇന്റേൺഷിപ്പ് അവസരം ഉള്ളത് അവന്റിസ് ഇൻഫോമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. ഇത് കൊച്ചി ഇൻഫോ പാർക്കിലുള്ളൊരു കമ്പനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് 6 മാസത്തേക്ക് ഇന്റേൺഷിപ്പ്, അത് വിവിധ മേഖലകളിൽ ലഭ്യമാണ്. പൈതൺ, ജാങ്കോ ഡെവലപ്പർ, ഫ്ലട്ടർ ഡെവലപ്പർ, Node.js, ക്വാളിറ്റി അനലിസ്റ്റ്, റിസർച്ച് അസോസിയേറ്റ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഈ മേഖലകളിലൊക്കെ ഇന്റേൺഷിപ്പ് ലഭ്യമാണ്. ഇതിന് മെയ് 31 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കുവാനായിട്ട്, മെയ് 31-ന് ഒരു വോക്കിൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 10:30-ക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് വോക്കിൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്താം. മൂന്നാമത്തെ അവസരം മാക്സിലാണ്. മാക്സ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇവരുടെ ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചിരുന്നു. കുറേ അധികം വേക്കൻസികളിലേക്ക് ഇവർ റിക്രൂട്ട്മെന്റ് നടത്തിയിരുന്നു. ഇപ്പോൾ ഒരു ഇന്റേൺഷിപ്പ് അപ്രന്റീസ്ഷിപ്പ് അവസരം കൂടി ഇവരെ ഒരുക്കുന്നുണ്ട്. HR ഇന്റേൺഷിപ്പിലേക്ക് 3 പേരെ, അതുപോലെ HR അപ്രന്റീസ്ഷിപ്പിലേക്ക് 2 പേരെ, അതുപോലെ റീറ്റെയിൽ ഇന്റേൺഷിപ്പിലേക്ക് 10 പേരെയും റീറ്റെയിൽ അപ്രന്റീസ്ഷിപ്പിലേക്ക് 60 പേരെയും ഇവരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 റിക്രൂട്ട്മെന്റിന്റെയും അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് അവസരങ്ങളിലേക്ക് എത്തുവാനുള്ള ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ
അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുകയോ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയോ ചെയ്യാം. ഇനി ഞാൻ ITIക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന ഒരു ബൾക്ക് അവസരം ഒന്ന് സൂചിപ്പിക്കാം. 3J കൺസൾട്ടിങ്, ഇതൊരു കൺസൾട്ടിങ് കമ്പനിയാണ്. അവരുടെ ഒരു ക്ലൈന്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു റിക്രൂട്ട്മെന്റ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 100ഓളം ഒഴിവുകളുണ്ട്. ITI അല്ലെ ഡിപ്ലോമ, അത് ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് ഈ അവസരത്തിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇലക്ട്രോണിക്സ് കമ്പണന്റ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഹയറിംഗ് നടത്തുന്നത്. പക്ഷേ തൊഴിൽ അവസരങ്ങൾ ലഭ്യമായിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ പൂനെയിലായിരിക്കും. അവിടേക്കൊക്കെ പോകാൻ തയ്യാറുള്ള ഡിഗ്രി ഡിപ്ലോമ അല്ലെ ITI, ഇലക്ട്രോണിക്കല്, ഇലക്ട്രിക്കല്, മെക്കാനിക്കലുകാർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇതിനെക്കുറിച്ചും കൂടുതൽ അറിയുവാനായിട്ട് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോകാം. അവിടെ ചെന്നിട്ട് 3J കൺസൾട്ടിംഗ് എന്ന് സെർച്ച് ചെയ്തോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പരിധിയോ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏതായാലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സിന്, വ്യൂവേഴ്സിനും ഒക്കെ ഒരുപക്ഷെ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരുടെ അധികൃതരുമായി കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ റിക്രൂട്ട്മെന്റിലൊക്കെ സൗജന്യമാണ്. ആരെങ്കിലും ഇതിന്റെ പേരിൽ എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ നിങ്ങളോട് ചോദിച്ചാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ എന്ന് ഓർക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മിക്കവാറും എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഇതേപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൂടെയോ ഒക്കെ ജോലി തേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുണ്ട്. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.